ആദ്യം ഈ ഒരു മരണവിവരം പറയുന്നത് ആരാ? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേന് ഇന്ന പോലെ സംഭവിച്ചു. ആൾക്കാരെല്ലാം വെളിയിൽ നിൽക്കുക. ഞാൻ കഥവ് തുറന്നിട്ട് അവിടെ തൊട്ട് ആളാ. അത് കോളനി ഭാഗമാണ്, കോളനി ഏരിയ ആണ്. നമ്മൾ അവിടെയാണ് താമസമുള്ളത്. അപ്പൊ നമ്മൾ ആൾക്കാരെല്ലാം ചുറ്റും നല്ല അയൽപക്കംകാരായിരുന്നു. എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ്. എല്ലാവരും നോക്കി നിൽക്കുക. അപ്പം 24 വന്നിട്ടുണ്ട്. അവരെ തടഞ്ഞു നിർത്തിക്കുക. രേണു അറിഞ്ഞിട്ടില്ല. അപ്പൊ ഐശ്വര്യയും വന്നിട്ടുണ്ട്. ഐശ്വര്യ കൂടെ അഭിനയിച്ച് ഇവരെ തടഞ്ഞു നിർത്തിയേക്കുക. സ്റ്റാർ മാജിക്കിൽ ഐശ്വര്യ. കാരണം രേണു അറിഞ്ഞിട്ടില്ല. കണ്ണു തുറന്നൊക്കെ എല്ലാവരും ഇങ്ങനെ. ഞാൻ ചോദിച്ചേ എന്നെ കാര്യം എന്നാന്ന് ചോദിച്ചു. അത് അപ്പൊ അപ്പുറത്തൊരു അമ്മച്ചി, അത് സുധിയൊക്കെ പോയൊരു വണ്ടി ആക്സിഡന്റ് ആയിരുന്നേ, കുഴപ്പമൊന്നുമില്ല, സുധിക്ക് കുഴപ്പമൊന്നുമില്ല, 2 കാലോ കയ്യോ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം, ബിനുചേട്ടൻ എന്ത് പറ്റി? ബിനുചേട്ടന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്നിട്ട് സുചേട്ടൻ മരിച്ചെന്നോ സുചേട്ടൻ ഒന്നും പറ്റുന്നോ എന്റെ മനസ്സിൽ പോലും ഇല്ല. ബിനുവാടിമാനിക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞു. ബിനുവാടിമാനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ വിചാരം ബിനുചേട്ടനുണ്ട്. മഹേഷിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല അതിനകത്തുള്ള കാര്യം. ബിനുചേട്ടൻ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. മഹേഷിന്റെ കാര്യം പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്, മഹേഷ് കുഞ്ഞുമോന്റെ കാര്യം. അപ്പം ബിനുചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ബിനുചേട്ടൻ എന്തെങ്കിലും പറ്റുമോ? എന്നിട്ട് സുചേട്ടന്റെ കാര്യം ഞാൻ കാരണം സുചേട്ടൻ ഒരു കുഴപ്പമില്ല. നമ്മളൊരിക്കലും നമ്മളെ കെട്ടിയോന് കൈയും കാലും വേണ്ടി നമ്മൾ ചിന്തിക്കുമോ? മരിച്ചു പോകും നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. അപ്പൊ ഞാൻ നിന്ന് പറയുന്നില്ല. അപ്പൊ എല്ലാവരും അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എല്ലാവരും ചോദിക്കും സുചേട്ടന് കുഴപ്പമൊന്നും ഇല്ല, ആരും വരുമൊന്നും വേണ്ട. ഓരോ വീടും കയറി ഇറങ്ങി ഞാൻ ചോദിക്കുവോ സുചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നും ഇല്ലല്ലോ. സുചേട്ടൻ ഉണ്ടല്ലോ അല്ലേ? എനിക്ക് സുചേട്ടൻ ഇല്ലാതെ പറ്റത്തില്ല. ഞങ്ങൾ ഇന്നലെയും കൂടെ എനിക്ക് സുചേട്ടനോട് ഒരു നേരം വഴക്ക് പിടിക്കാതെ എനിക്ക് പറ്റും. ഞങ്ങൾ സൗന്ദര്യപ്പണക്കം എപ്പോഴും ഉള്ളത്. എനിക്ക് സുചേട്ടനോട് വഴക്ക് പിടിക്കാതെ പറ്റത്തില്ല, സുചേട്ടനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ ഇല്ലോ ഇത് മാത്രം നിങ്ങൾ അറിയിക്കണമെന്ന് ഞാൻ ഒന്നും അറിയാതെ ഇങ്ങനെ കിണറ്റുകാരെ ഇരിക്കുക. അപ്പൊ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ട് ഓടി. അപ്പുറത്തെ വേറെ സ്ഥലമാണ്. ചേച്ചി ബോഡി എങ്ങോട്ടാ കൊണ്ടുവരുന്നത്, കൊല്ലത്തോട്ടാണോ ഇങ്ങോട്ടാണോ? അപ്പൊ എനിക്ക് മനസ്സിലായി അയ്യോ അതൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നത്. എനിക്കത് ഓർക്കാൻ പോലും എന്റെ തലേന്നൊരു കിളിയൊക്കെ പറന്ന പോലെ, ഒരു മിന്നല് പോലായിരുന്നു അത്. പിന്നെ എനിക്ക് ഓർമ്മയില്ല, എന്തോ കിളി പോയ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അത് വീഡിയോസ് കണ്ടാൽ അറിയായിരിക്കും, കിളി പോയ ഒരവസ്ഥ തന്നെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോധം വരും. അപ്പോഴാണ് എനിക്ക് കാണണമെന്നില്ല അങ്ങനെ, കാരണം തലേന്ന് ഇങ്ങനെ പോയ ഒരാള് പിറ്റേ ദിവസം അനങ്ങാത്ത ഒരു ശരീരമായിട്ട് വരുമ്പോൾ നമുക്കത് അംഗീകരിക്കാനോ കാണാനോ ഉള്ള ശേഷിയില്ല. അത്രയുള്ള മനക്കെട്ടിയൊന്നും എനിക്ക് അന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് നല്ല മനക്കെട്ടിയാണ് എനിക്ക്. അന്ന് എനിക്ക് ആ ഒരു മനക്കെട്ടിയേ ഇല്ലായിരുന്നു. ഞാൻ ഓടി അപ്പുറത്തെ വീട്ടിൽ പോയി കാണണ്ടെന്ന്. അതിന് വരെ കമന്റ് അടിച്ചവരുണ്ട്. അവളെന്തൊരു അഹങ്കാരിയാ, അവക്ക് കാണണ്ടെന്ന് സ്വന്തം കിട്ടിയവന്. എങ്ങനെ ഇരിക്കുന്നു? അപ്പൊ അന്ന് തൊട്ടേ എന്നോട് ഈ നെഗറ്റീവ് ഉണ്ടായിരുന്ന ആൾക്കാർ.